വോട്ട് ചോരി വലിയൊരു കെട്ട് പേപ്പറുകളുമായി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉയർത്തിക്കാട്ടിയ വലിയ കോലാഹലങ്ങൾക്ക് വഴിതെളിയിച്ച രാഷ്ട്രീയ വിവാദമായിരുന്നു വോട്ട് ചോരി. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ, അതായത് 2024 തിരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ കൃത്രിമത്വം നടന്നു എന്നുള്ള കടുത്ത ആരോപണമായിരുന്നു കൃത്യമായ തെളിവുകളോടൊപ്പം രാഹുൽ ഗാന്ധി ഉയർത്തിയത്. പിന്നാലെ മുഖം രക്ഷിക്കാൻ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അഥവാ SIRമായി ഇലക്ഷൻ കമ്മീഷൻ രംഗത്തെത്തുകയും ബീഹാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവിടെ SIR നടപ്പിലാക്കുകയും ചെയ്തു. ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയുടെ സുതാര്യത ഉറപ്പാക്കാനുള്ള നിർണായക നീക്കമെന്നായിരുന്നു ഇതിനെ വിശേഷിപ്പിച്ചിരുന്നത്. ബീഹാറിലെ ആദ്യഘട്ടത്തിന് ശേഷം SIRന്റെ രണ്ടാം ഘട്ടം ഒക്ടോബർ 28 മുതൽ ആരംഭിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ. നിരവധി സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായാണ് ഈ കർശനമായ നടപടിക്രമം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളവും ഉൾപ്പെട്ടിട്ടുണ്ട്. വ്യാജ വോട്ടർമാരെയും മരിച്ചവരെയും ഒഴിവാക്കി പട്ടിക ശുദ്ധീകരിക്കുക എന്നതാണ് SIRന്റെ ഔദ്യോഗിക ലക്ഷ്യമെന്നാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അവകാശപ്പെടുന്നത്. ബീഹാറിൽ ഈ പ്രക്രിയയുടെ ആദ്യഘട്ടം 65 ലക്ഷം വോട്ടർമാർ ഒഴിവാക്കപ്പെടുന്നതിന് കാരണമായെന്ന വിവാദം കേരളത്തിലെ ജനാധിപത്യ സംവിധാനത്തിന് മുന്നിൽ വലിയ ചോദ്യചിഹ്നമാണ് ഉയർത്തുന്നത്. ബീഹാർ SIRന്റെ ഭരണഘടനാ സാധുത സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കെ തന്നെ ഇതേ പ്രക്രിയ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നത് അത്ര നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല. മാത്രമല്ല, ദീർഘകാല തയ്യാറെടുപ്പും കൂടിയാലോചനയും ആവശ്യമായ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പുനഃപരിശോധന തിടുക്കത്തിൽ നടത്തുന്നത് ജനവിധി അട്ടിമറിക്കാനാണെന്ന് വ്യക്തമാണ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ SIR വിഷയത്തിൽ പ്രതികരിച്ചത്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ SIR നടപ്പാക്കുമെന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം ജനാധിപത്യ പ്രക്രിയയോടുള്ള വെല്ലുവിളിയാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നിലവിലുള്ള വോട്ടർ പട്ടികയ്ക്ക് പകരം 2002-2004 ഘട്ടത്തിലെ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് തീവ്ര പരിഷ്കരണം നടത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നത്. 1950 ജനപ്രാതിനിധ്യ നിയമവും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടവും പ്രകാരം നിലവിലുള്ള പട്ടിക അടിസ്ഥാനമാക്കിയാണ് വോട്ടർ പട്ടിക പുതുക്കേണ്ടത്. പക്ഷേ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് പാലിക്കാൻ തയ്യാറാകുന്നില്ല. കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ പ്രത്യേക തീവ്ര പുനഃപരിശോധന അസാധ്യമാണെന്ന് സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ അറിയിച്ചിട്ടും SIR പ്രക്രിയ ഉടനടി നടപ്പാക്കിയേ തീരുവെന്ന് നിർബന്ധം പിടിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിന്റെ നിഴലിലാക്കുന്നതാണ്. വോട്ടിങ്ങിനെ പോലെ മറ്റൊന്നുമില്ല, ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും എന്നതായിരുന്നു 2024 വോട്ടർ ദിന സന്ദേശം. അതാണ് രാജ്യത്തെമ്പാടും പ്രചരിപ്പിച്ചത്. അത് പ്രചരിപ്പിച്ചവർ തന്നെയാണ് ബീഹാറിൽ 65 ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയത്. ഭരണഘടനയുടെ അനുച്ഛേദം 326 പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന സാർവത്രിക വോട്ടവകാശത്തിന്റെ പൂർണ്ണമായ ലംഘനമാണ് ബീഹാറിൽ നടന്നതും ഇനി രണ്ടാം ഘട്ടത്തിലേക്ക് വ്യാപിപ്പിക്കാൻ പോകുന്നതുമായ SIR പ്രക്രിയ. പൗരന്റെ മൗലിക അവകാശമായ സമ്മതിദാനം രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് എടുത്തുമാറ്റാൻ പറ്റുന്നതല്ല. ദേശീയ പൗരത്വ രജിസ്റ്ററിന്റെ, അതായത് NEPയുടെ വളഞ്ഞ വഴിയിലൂടെയുള്ള നടപ്പാക്കലാണ് SIR പ്രക്രിയ വഴി ഉദ്ദേശിക്കുന്നത് എന്ന ആശങ്ക ഇവിടെ കൂടുതൽ ശക്തമാവുകയാണ്. തങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ വോട്ടർ പട്ടിക പുതുക്കാനുള്ള നീക്കമാണ് SIRലൂടെ കേന്ദ്ര ഭരണാധികാരികൾ നടത്തുന്നത് എന്ന വിമർശനം ഒരു തരത്തിലും നിഷേധിക്കപ്പെട്ടിട്ടില്ല എന്നതുകൂടി ഇവിടെ പ്രസക്തമാണ് എന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിലൂടെ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കുന്ന ഇത്തരം തീരുമാനങ്ങളിൽ നിന്ന് കമ്മീഷൻ പിന്തിരിയണമെന്നും കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ കളിപ്പാവയാകാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലുള്ള സ്ഥാപനങ്ങളെ അനുവദിച്ചുകൂടാ എന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. കൂടാതെ SIRനെതിരെ നിയമസഭയിൽ യോജിച്ച് പ്രമേയം പാസാക്കിയ സംസ്ഥാനമാണ് കേരളം എന്ന വസ്തുത ഉദ്ധരിച്ചുകൊണ്ട് രണ്ടാം ഘട്ട SIR പ്രക്രിയക്കെതിരെ ജനാധിപത്യം സംരക്ഷിക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാവരും യോജിച്ച് പ്രതികരിക്കണമെന്നും മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു. ആദ്യഘട്ടത്തിൽ ബീഹാറിൽ നടപ്പാക്കപ്പെട്ട ലക്ഷക്കണക്കിന് പൗരന്മാർക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെട്ട SIRന്റെ പേരിലുള്ള പ്രധാന ആരോപണം ജനന സർട്ടിഫിക്കറ്റുകളോ മറ്റ് രേഖകളോ ഇല്ലാത്ത തൊഴിലാളി വർഗം, ന്യൂനപക്ഷങ്ങൾ, പട്ടികജാതിക്കാർ, ദരിദ്രർ എന്നിവരുടെ പേരുകൾ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടും എന്നതാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ പൊതുവെ സാക്ഷരതയും രേഖാപരവുമായ കൃത്യത കൂടുതലാണെങ്കിലും ചില മേഖലകളിൽ ചിലപ്പോൾ രേഖകൾ സമർപ്പിക്കുന്നത് ബുദ്ധിമുട്ടായേക്കാം. വനാന്തരങ്ങളിലും മറ്റും താമസിക്കുന്ന ചില കുടുംബങ്ങൾ സീസൺ അനുസരിച്ച് താമസം മാറുന്നത് ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് ഇവരെ 3 തവണ സന്ദർശിക്കുന്നതിനും സ്ഥിരമായ വിലാസം ഉറപ്പാക്കുന്നതിനും തടസ്സമുണ്ടാക്കാനും സാധ്യതയുണ്ട്.
വീടുകളുടെ സ്ഥാനം, വിലാസത്തിലെ അവ്യക്തത, കുടിയേറ്റം എന്നിവ രേഖാപരമായ സാക്ഷ്യപ്പെടുത്തൽ സങ്കീർണമാക്കാനും സാധ്യതയുണ്ട്. അതുപോലെ തോട്ടം തൊഴിലാളികളിൽ ചിലർ താമസിക്കുന്നിടത്ത് നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ ജില്ലകളിലേക്കോ ജോലി ആവശ്യങ്ങൾക്കായി കുടിയേറാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഇവരുടെ പേരുകൾ കുടിയേറിയവർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ഒഴിവാക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. സാക്ഷരതയുടെ കാര്യത്തിൽ എന്നും കേരളം മുൻപന്തിയിലാണെങ്കിലും ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് നൽകേണ്ട ക്ലെയിമുകളും എതിർപ്പുകളും സംബന്ധിച്ച നിയമപരമായ നടപടിക്രമങ്ങൾ അറിയാത്ത സാധാരണക്കാർക്ക് ഇത് ചിലപ്പോൾ ഒരു തടസ്സമായി നിലനിൽക്കും. 65 ലക്ഷം പേർ ഒഴിവാക്കപ്പെട്ടിട്ടും ബീഹാറിൽ ഒരു അപ്പീലും ലഭിച്ചിട്ടില്ലെന്ന ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം ദാരിദ്ര്യം, നിയമപരമായ സംവിധാനങ്ങളെക്കുറിച്ചുള്ള അജ്ഞത, സമയക്കുറവ് എന്നിവ കാരണം ദുർബല വിഭാഗങ്ങൾക്ക് അവരുടെ വോട്ടവകാശം തിരികെ നേടാൻ കഴിഞ്ഞില്ല എന്ന വാദത്തിന് ഫലം നൽകുന്നു. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ധൃതി പിടിച്ച് കേരളത്തിൽ SIR നടപ്പിലാക്കുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കാനാണ് സാധ്യത. അതുപോലെ SIRനെ വോട്ട് മോഷണ പദ്ധതിയെന്നും BJPയുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്നും പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ 2026 തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്താനുള്ള ഏതെങ്കിലും ശ്രമങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ടോ എന്ന സംശയം സ്വാഭാവികമാണ്. അതേസമയം ബീഹാർ നേരിട്ട വെല്ലുവിളികൾ മറികടക്കാൻ കേരളത്തിന് ചില അനുകൂല ഘടകങ്ങളുണ്ട്. ആദ്യമേ പറഞ്ഞതുപോലെ ഉയർന്ന സാക്ഷരത അതിലൊരു പ്രധാന ഘടകമാണ്. കേരളത്തിന്റെ ഉയർന്ന സാക്ഷരതാ നിലവാരം കാരണം SIR നടപടിക്രമങ്ങൾ, ആവശ്യമായ രേഖകൾ, സമയപരിധി എന്നിവയെക്കുറിച്ച് വോട്ടർമാർക്ക് വേഗത്തിൽ മനസ്സിലാക്കാനും പ്രതികരിക്കാനും സാധിക്കും. കേരളത്തിലെ ബൂത്ത് ലെവൽ ഓഫീസർമാരും മറ്റ് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പ് നൽകിയ 3 തവണ വീടുകൾ സന്ദർശിക്കൽ എന്ന പ്രക്രിയ ഇവിടെ കൃത്യമായി നടപ്പാക്കാനായാൽ അർഹതപ്പെട്ടവരെ ഒഴിവാക്കുന്നത് കുറയ്ക്കാൻ സാധിക്കും. കൂടാതെ കേരളത്തിലെ ശക്തമായ മാധ്യമ നിരീക്ഷണവും പൊതുസമൂഹത്തിന്റെ ജാഗ്രതയും SIR നടപ്പാക്കുന്നതിലെ ഏതെങ്കിലും അപാകതകൾ പെട്ടെന്ന് പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുമെന്നും പ്രതീക്ഷിക്കാം. കേരളത്തിൽ SIRന്റെ വിജയം നിർണ്ണയിക്കുന്നത് യോഗ്യരായ ഒരൊറ്റ പൗരനെയും ഒഴിവാക്കാതെ പട്ടികയുടെ കൃത്യത ഉറപ്പാക്കുന്നതിലാണ്. ബീഹാറിലെ കടുത്ത വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ SIRന്റെ 2ാം ഘട്ടം നടപ്പാക്കുന്ന സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർ കൂടുതൽ ശ്രദ്ധാലുക്കളായിരിക്കും, പ്രത്യേകിച്ച് കേരളത്തിന്റെ കാര്യത്തിൽ. നവംബർ 4 മുതൽ ഡിസംബർ 4 വരെ നീണ്ടു നിൽക്കുന്ന വീടുകൾ തോറുമുള്ള പരിശോധനയും 2026 ഫെബ്രുവരി 7 പുറത്തിറക്കുന്ന അന്തിമ പട്ടികയും കേരളത്തിലെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് ശുദ്ധീകരണമാകുമോ അതോ വെല്ലുവിളിയാകുമോ എന്ന് വ്യക്തമാകും.